ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരങ്ങളിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുമ്പോൾ കനലൊരു തരി എന്ന് പറയുന്ന പോലെ കേരളത്തിൽ മാത്രം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മന്ത്രിയായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി CP ജോൺ. അവരുടെ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. CPM തിരിച്ചിട്ടതാണ് CMP, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. അവിടെ ഏക കനൽ തരിയായിട്ട് അദ്ദേഹം, പക്ഷേ അത് രസം എന്താണെന്ന് ചോദിച്ചാൽ നയവ്യതിയാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലതുപക്ഷത്താണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത്. ഇടതുപക്ഷ പാർട്ടിയുടെ ആളാണ്, മനസ്സിടതുപക്ഷമാണ്. രണ്ടു കൂട്ടരുണ്ട് ഇതുപോലത്തെ ഇടതുപക്ഷക്കാർ UDF മന്ത്രിസഭയിൽ. ഒന്ന് RSP റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആകെയുള്ളത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ RSP ദേശീയ ഘടകമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇല്ലാതായി പോയി. അപ്പം നമ്മുടെ MK പ്രേമചന്ദ്രൻ ആണ് ഒരേ ഒരു MP, ദേശീയ തലത്തിലുള്ള ഒരേ ഒരു MP എന്ന് പറയുന്നത് MK പ്രേമചന്ദ്രൻ, RSPയുടെ ഒരു നേതാവ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇപ്പോൾ ഷിബു ബേബി ജോൺ ഇവിടെ കേരളത്തിൽ മന്ത്രിയായിരിക്കുന്നു. അങ്ങനെ രണ്ട് ഇടതുപക്ഷ പാർട്ടികൾ വലതുപക്ഷത്തിനൊപ്പം നിന്ന് മന്ത്രിമാരായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് CMP മന്ത്രി CP ജോൺ ആണ്. അല്ലേ? അതോട് ശ്രദ്ധിക്കേണ്ട ഒരു കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപക്ഷെ CPMൽ തന്നെ തുടർന്നിരുന്നു എങ്കിൽ അദ്ദേഹം മിടുക്കനായ ഒരാളാണ്. ഒരുപക്ഷെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഇതിനു മുമ്പ് വളരെ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ള ഒരാളായിരുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹം അന്ന് MBR പോയി. അദ്ദേഹത്തിന് MBRന്റെ കൂടെ നിന്ന് പലരും ഇതിനെ മരണശേഷം പിന്നീട് മറ്റ് വീണ്ടും CPMൽ ലയിച്ചുവെങ്കിലും ജോൺ പോയില്ല. അദ്ദേഹം അദ്ദേഹം ഒരു മത്സരിച്ച് തോറ്റിട്ടില്ല. കുന്നംകുളത്ത് മത്സരിച്ച് ഒരു തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. CP ജോണിന് പറ്റിയ പക്ഷമല്ല വലതുപക്ഷം ആയിരുന്നു നേരത്തെ, അല്ലേ? നമുക്കറിയാം അദ്ദേഹം UDF സർക്കാരിന്റെ കാലത്ത് ആസൂത്രണ ബോർഡ് അംഗമായിരുന്നു, പ്ലാനിംഗ് ബോർഡ് അംഗം. പിന്നെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു കാലിബർ മനസ്സിലാകുന്നത് ഇത് ഈ ബജറ്റ് ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ പോലെയല്ല, പ്രായോഗിക പരിജ്ഞാനമുണ്ട്. അല്ല, നമ്മുടെ തോമസ് ഐസക് പറയുന്നത് മൊത്തം ഫിസിക്കൽ ഡെഫിസിറ്റ്, അങ്ങനെ മനുഷ്യന് കേട്ടാൽ ഒരിക്കലും മനസ്സിലാവാത്ത ഈ ടെർമിനോളജി എല്ലായിടത്തും അദ്ദേഹം നിരത്തി വീശും. എതിരെ വന്നിരിക്കുന്ന രാഷ്ട്രീയക്കാരനൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ പക്ഷേ CPMന്റെ കാര്യം അറിയാം. അത് എങ്ങനെ സാധാരണ ജനകീയമായ രീതിയിൽ ജനങ്ങൾ മനസ്സിലാവുന്ന ഭാഷയിൽ സാങ്കേതികങ്ങളൊന്നും ഉപയോഗിക്കാതെ ഭംഗിയായ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പോൾ വേറൊരു കാര്യം നമ്മൾ CP ജോൺ ഇവിടെ മന്ത്രിയായിട്ട് അധികാരമേൽക്കുമ്പോൾ അതേ ഗണത്തിൽ വരേണ്ടിയിരുന്ന ഒരാൾ കിണർഗോലു എന്ന അപരനാമത്തിൽ ഇരുന്നുകൊണ്ട് CPMനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം MV രാഘവന്റെ മക്കളിൽ രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയും ചെയ്ത ഏകയാൾ MV നികേഷ് കുമാർ. ഈ MV നികേഷ് കുമാറിന്റെ പാർട്ടിയാണ് സത്യത്തിൽ CMP. അച്ഛൻ സ്ഥാപിച്ച പാർട്ടിയാണ്. മകൻ സ്വാഭാവികമായിട്ടും അതിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. പക്ഷേ അവിടെ ആരുണ്ട് ഇപ്പോൾ? അവിടെ CP ജോൺ എന്ന് പറയുന്ന ഒറ്റയാൻ, അതും തിരുവനന്തപുരം സെൻട്രൽ പോലൊരു സ്ഥലത്ത് നിന്ന് വിജയിച്ചു കയറി. കാരണം അവിടെ സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് കാണിച്ച ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് CP ജോൺ കയറി വരുമെന്നൊരു സംശയം വളരെ നേരത്തെ കോൺഗ്രസിലെ നേതാവായിരുന്ന മന്ത്രിയൊക്കെയായിരുന്ന VS ശിവകുമാർ ജയിച്ച മണ്ഡലമാണ്. ശിവകുമാറിനെ അരുവിക്കരയ്ക്ക് മാറ്റിയിട്ടാണ് ജോൺ അത് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ചെയ്തത് നല്ല കാര്യമാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള ഇത്രയും കാലിബറുള്ള ഒരാളിനെ നല്ലൊരു പദവിയിലേക്ക് കൊണ്ടുവരണം കോൺഗ്രസ്. കാരണം ഇത്രയും കാലം കൂടെ നിന്ന ആളാണ്. മറ്റേ വേറൊരു CMP പ്രളന്ന് അരവിന്ദാക്ഷന് ഭാഗമായപ്പോൾ അവരെ CPMൽ ലയിച്ചു. കണ്ണൻ എന്ന് പറഞ്ഞ കക്ഷി ഉണ്ടായിരുന്നു, MK കണ്ണൻ മറ്റേ ബാങ്ക് ഇടപാടുമായിട്ടൊക്കെ പ്രശ്നങ്ങളിൽപ്പെട്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും പിന്നെ തിരിച്ച് മാതൃസംഘടനയ്ക്ക് പോയി, ഹർവാപ്പസി നടത്തി. പക്ഷേ CP ജോൺ പോയില്ല. അദ്ദേഹം UDFനൊപ്പം തന്നെ ഉറച്ചു നിന്ന്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ MV രാഘവൻ്റെ അതിന് ജീവൻ പോലും അപകടത്തിലാവുമെന്ന് കണ്ട ഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചത് കോൺഗ്രസ്സാണ്. സംശയം ഉണ്ടാക്കാരത്തിൽ കൊന്നേനാണ്. അപ്പം എന്തായാലും പക്ഷേ ആ കാര്യത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നികേഷ് ഈ പാർട്ടിയിൽ വരേണ്ടിയിരുന്ന ആളായിരുന്നു എന്നുള്ള സത്യമാണെങ്കിൽ പോലും ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടി അദ്ദേഹം അപ്പുറത്ത് പോയതാണ്. അതിനെ നമ്മൾ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് സംതിങ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും CP ജോണിനെ നമുക്കറിയാം, കൃത്യമായിട്ടറിയാം. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന വലതുപക്ഷത്തെ ഇടതു ബുദ്ധിജീവിയാണ്. അതാണ് കാരണം കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ആളുകൾ കുറവാണ്. ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകളുടെ എണ്ണം തുലവും കുറവാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ CPMകാരും തർക്കിക്കാൻ പറ്റില്ല CPMന്റെ അടുത്ത്. തർക്കത്തിന് വന്നാൽ പുള്ളി കൃത്യമായിട്ട് ഈ ഗോവിന്ദൻ മാഷിന്റെ ഭാഷയിലുള്ള വിശദീകരണമാണെങ്കിൽ, അതല്ലെങ്കിൽ സത്യാനന്തര കാലഘട്ടക്കാരനൊക്കെ ആണെങ്കിൽ ആളൊക്കെ ഒന്നും മനസ്സിലാവൂല. സത്യാനന്തര കാലഘട്ടക്കാരൻ പറഞ്ഞാൽ അറിയാം, പൂമരൻ അദ്ദേഹത്തെ അറിയപ്പെടുന്നുള്ളൂ. പൂമരനാണ്. ഈ എല്ലാ മരന്മാരും കൂടെ ചേർന്നാണ് ഈ പാർട്ടി ഈ രീതിയിലാക്കിയത്, മൊത്തത്തിൽ കൊണ്ട് കുളത്തിലാക്കിയത് ഇവരെല്ലാം കൂടെ ചേർന്നതാണ്.
അപ്പോൾ CP ജോണിനെ പോലെ ഒരാളിൻ്റെ പ്രസക്തി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരും നല്ല ബന്ധമുള്ള. അപ്പോൾ നമ്മൾ തന്നെ വാർത്ത കൊടുത്തിരുന്നു, CP ജോണിൻ്റെ ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തതിൻ്റെ പകരത്തിൻ്റെ ചിത്രം ഫോട്ടോ കോട്ടയത്തിൽ സ്റ്റുഡിയോയിൽ എടുത്തപ്പോൾ സുരേഷ് കുറുപ്പ് അവിടെ വന്നിരുന്നു എന്നുള്ളത്. കാരണം അവർ ഒരുമിച്ച് ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്നു സുരേഷ് കുറുപ്പ് വന്നിരിക്കുന്ന, അതായത് ഇടതുമുന്നണിയിലെ ഒരു മുതിർന്ന നേതാവിന് ഇന്ന് ആദ്യമായിട്ട് ക്ഷണം കിട്ടിയിരിക്കുകയാണ് ഇവിടെ നിന്ന്. ആരാണ്? CP ജോണിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് CP ജോൺ ക്ഷണിച്ചിരിക്കുകയാണ്. ഇവർ ഒരേ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു. പിന്നെ അവർ ഒരുമിച്ച് പ്രവർത്തിച്ച് അവർ വളരെ മാത്രമല്ല, സുരേഷ് കുറുപ്പ് 84 പാർലമെന്റിലേക്ക് മത്സരിക്കുമ്പോൾ ആ ഇലക്ഷന്റെ ചുമതലക്കാരൻ CP ജോണായിരുന്നു. SFI അന്ന് അദ്ദേഹം ചുമതലപ്പെടുത്തി SFI എന്ന്. അപ്പോൾ 86-ലാണെന്ന് തോന്നുന്നു MBR പുറത്തു പോകുന്നത് അല്ലേ? 86-ലാണ് MBR പുറത്തു പോകുന്നത്. അതെ 87 അദ്ദേഹം അഴീക്കോട് മറ്റും ജയിക്കുകയും ചെയ്തു UDFന്റെ സഹായത്തോടെ. ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ച പയ്യന്നൂരിലും കൂത്തുപറമ്പിലും തളിപ്പറമ്പിലും സംഭവിച്ച പോലെ തന്നെ. അതെ, അദ്ദേഹം അവിടെ ഇലക്ഷൻ വന്നു, അവർ ജയിച്ച് കയറിയതുപോലെ തന്നെ. പക്ഷെ അന്ന് പാർട്ടിയുടെ ഒരു വിഷയമുള്ളത്, പാർട്ടി കണ്ണു അടച്ചുകൊണ്ട് നേതാക്കന്മാരെ വിശ്വസിക്കും. മനസ്സിലായി. എന്തായാലും MBR ആയതുകൊണ്ടാണ് ജയിച്ചത്. പിന്നെ കോൺഗ്രസിന്റെ സഹായം ഉണ്ട്, കെ കരുണാകരനെ പോലുള്ള ശക്തന്മാരുടെ സഹായം ഉണ്ടാകും. MBR ആണ് ജയിച്ച്. പക്ഷേ അന്നും പാർട്ടി അണികൾ ഈ നേതാക്കന്മാരെ അന്ധമായി വിശ്വസിച്ചിരുന്നു. ഇന്നത്തെ അവസ്ഥയല്ല. അന്ന് എതിർത്ത കൊന്നുകളയുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. പക്ഷേ എന്നിട്ട് MBR ധൈര്യമായി നിന്ന് പൊരുതി. അതിന് ഇപ്പോൾ കരുണാകരനൊക്കെ പോലെ ഒരു കാലത്ത് അദ്ദേഹം അസംബ്ലിയിൽ കരുണാകരൻ്റെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളിനെ, അതാണ് കെ കരുണാകരൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറഞ്ഞത്, കൂടെ നിർത്തി. എന്തായാലും ഇതൊരു രസകരമായ ഒരു ഫാക്റ്റാണ്. അത് വളരെ ശ്രദ്ധേയമായ, എന്നാൽ അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഫാക്റ്റാണ്. അതായത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി അത് കേരളത്തിലാണുള്ളത്. പക്ഷെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റാണ്. ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, മുന്നണി കമ്മ്യൂണിസ്റ്റല്ല, ഇടതുമുന്നണിയല്ല. പക്ഷേ വലതുപക്ഷ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കേരളം ഭരിക്കുന്നു. അതാണ് അത്. നമുക്ക് വേറെന്നുണ്ടേ, നമുക്ക് ഇന്ത്യ മുന്നണി എടുക്കുമ്പോൾ എല്ലാം ഒന്നാണ്. ഇന്ത്യ മുന്നണി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അവർ തന്നെയാണ് ഭരിക്കുന്നത്. CP ഇന്ത്യ മുന്നണി എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ പറയുന്നത്. ആകെ ഒറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയേ ഉള്ളൂ, അത് കേരളത്തിലാണ്. പക്ഷേ അതാണ് രസം. ഇവിടെ ഇടതുപക്ഷത്തിന്റെ മന്ത്രി അല്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളത്. വേണമെങ്കിൽ ഗോവിന്ദൻ മാഷിന് ഒരു സൈദ്ധാന്തിക വിശകലനം നടത്തിയത് അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തർധാരയുടെ സജീവമില്ല ഈ പാർട്ടിയിൽ? അന്ന് ഈ പ്രശ്നം വന്നപ്പോൾ ആദ്യം MBR കൂടെ ആളാണ് ഈ ഗോവിന്ദൻ മാഷ്. പിന്നെ അദ്ദേഹത്തിന് അപകടം മനസ്സിലായപ്പോൾ അദ്ദേഹം മരണം ചാടി. പല നേതാക്കന്മാരും ചെയ്തതുപോലെ അദ്ദേഹം മരണം ചാടി. അതുകൊണ്ട് നന്നായി. അതുകൊണ്ട് അന്ന് സംസ്ഥാന സെക്രട്ടറി ആകാൻ പറ്റി. പക്ഷേ പാർട്ടി CPM കഷ്ടാലത്തിനായിരുന്നു, ഇതൊക്കെ അവരൊക്കെ തിരിച്ചു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. എന്തായാലും CP ജോൺ എന്ന് പറയുന്ന മന്ത്രി നമുക്ക് കേരളത്തിന് നല്ല മന്ത്രിയാണെന്ന് തെളിയിക്കുമെന്നുള്ള ഉറപ്പാണ്. വലിയൊരു കഴിവുള്ള ആളാണ്, മിടുക്കനാണ്. വലിയൊരു മുതൽക്കൂട്ടായി തന്നെ CP ജോൺ മാറുമെന്ന് നമുക്കറിയാം.